ദിവസം കുഞ്ഞുങ്ങളുടെ കഴുത്തിലായി കട്ട പോലൊരു വീക്കം കണ്ടുവരികയാണ്. ഇതിന് പേടിക്കേണ്ടതുണ്ടോ? ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഇതാണ് കഴുത്തിലെ കഴല വീക്കം എന്നൊക്കെ പറയുന്ന ലിംഫ് നോഡ് എൻലാർജ്മെന്റ്. സാധാരണഗതിയിൽ ഇതിനെ പേടിക്കേണ്ടതില്ല, അപകടകാരിയല്ല. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാവുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധ ഉണ്ടായാൽ അതിനെതിരെ പ്രവർത്തിക്കാനായി താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു വീക്കമാണിത്. സാധാരണയായി ജലദോഷം, പല്ലിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, തൊണ്ടയിലും ചെവിയിലൊക്കെ ഉണ്ടാകുന്ന അണുബാധകൾ മൂലമാണ് കഴലവീക്കം ഉണ്ടാകുന്നത്. തലയിൽ അമിതമായിട്ടുണ്ടാകുന്ന താരം കൊണ്ടോ പൂച്ച പോലുള്ള ജീവികളുടെ പോറൽ കൊണ്ടോ ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. 1-2 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള ലിംഫ് നോഡ് ആണെങ്കിലോ, സ്പർശിക്കുമ്പോൾ ഇളകുന്ന സ്വഭാവം ഉണ്ടെങ്കിലോ, ജലദോഷമോ തൊണ്ടവേദനയോ കഴിഞ്ഞു വരുന്ന വീക്കമാണെങ്കിലോ, ചെറിയ വേദനയുള്ള വീക്കമാണെങ്കിലോ, 1-2 ആഴ്ച മാത്രമായി നീണ്ടു നിൽക്കുന്ന വീക്കമാണെങ്കിലോ ഇതിന് ഭയപ്പെടേണ്ടതില്ല. എന്നാൽ 2 മുതൽ 4 ആഴ്ചയിൽ കൂടുതലായി വീക്കം നിൽക്കുന്നുണ്ടെങ്കിലോ, 2 സെന്റിമീറ്ററിലധികം വലിപ്പം ഉണ്ടാവുകയും വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, വീക്കത്തിൽ വളരെയധികം വേദന, ചൂട്, ചുവപ്പ്, പഴുപ്പൊക്കെ ഉണ്ടെങ്കിലോ, വീക്കം കൈകൊണ്ട് ഇളക്കാൻ പറ്റാത്തതാണെങ്കിലോ, കഴുത്തിന് പുറമെയായി കൈക്കുഴയിലോ തുടയിലോ മറ്റോ ഒന്നിലധികം വീക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലോ, വീക്കത്തോടൊപ്പം ശരീരഭാരം കുറയുക, അമിതമായി വിയർക്കുക, ഭക്ഷണം കഴിക്കാനോ ശ്വസിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവുക, ഇത്തരം സാഹചര്യങ്ങളിൽ ഉറപ്പായും ഒരു ഡോക്ടറെ സന്ദർശിക്കണം. സ്വയം ആന്റിബയോട്ടിക് എടുക്കാനോ ചൂട് എണ്ണ ഉപയോഗിച്ച് അമിതമായി മസാജ് ചെയ്യാനോ നിൽക്കരുത്. കുട്ടികളിലെ കഴലവീക്കം വളരെ സാധാരണമാണ്. സാധാരണയായി ശരീരത്തിലെ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ വീക്കം ഉണ്ടാകുന്നത്. എന്നാൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.